ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു 5G സ്മാർട്ട് ഫോണാണ്. പോക്കോയുടെ C75 എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു പ്രൈസിൽ മറ്റാർക്കും നൽകാൻ പറ്റാത്ത സ്പെസിഫിക്കേഷനും പെർഫോമൻസുമാണ് ഈ മൊബൈൽ ഫോൺ നമുക്ക് നൽകുന്നത്. വെറും 7,999 രൂപ, അതായത് 8,000 രൂപയ്ക്ക് ഇത് നൽകുന്ന സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് ഒരു 5G മൊബൈൽ ഫോണാണ്. മറ്റൊന്ന് ഇത് ഫിംഗർ പ്രിൻറ്റ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് ലോക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ സോണിയുടെ സെൻസറാണ് ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 50 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ പോക്കോയുടെ C75ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. അതായത് ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലാണ്. സെൽഫി ക്യാമറ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബാക്ക് ക്യാമറ കൊണ്ട് എടുത്തതാണ്. അതായത് 50 മെഗാ പിക്സലുള്ള ബാക്ക് ക്യാമറ കൊണ്ട്, അതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫോട്ടോ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി വീഡിയോയുടെ ക്വാളിറ്റി കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വ്ളോഗൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് മൈക്കാണ്, അല്ലാതെ ഈ മൈക്കല്ല. ഈ മൈക്ക് എൻ്റെ ഫോണിലാണുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള വീഡിയോ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ശബ്ദവും മൈക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോവും നല്ല ക്ലിയർ ആണ് കേട്ടോ. ഇതിലുപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 4S Gen 2 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മികച്ച പെർഫോമൻസും മൊബൈൽ ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്രഷിംഗ് റേറ്റ് 120 Hz ആണ്. ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് 120 Hz ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് സ്ക്രീന് നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും. ഡിസ്പ്ലേ നല്ല സ്മൂത്താണ്, ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ബേസ് മോഡലിൽ വരുന്നത് 4GB റാമും 64GB ഇൻറ്റേർണൽ മെമ്മറിയുമാണ്. അതുമാത്രമല്ല ഡുവൽ സിമ്മിൻ്റെ കൂടെ നമുക്ക് SD കാർഡ് കൂടി ഇടാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു 128GBയുടെയൊക്കെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഒരു 64 ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5160 mAh ആണ് ബാറ്ററി വരുന്നത്. അതായത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ മൊബൈൽ ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ചു, നല്ല ബാറ്ററി ബാക്കപ്പ് എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണെങ്കിലും ഇതിൻ്റെ കൂടെ വരുന്നത് വെറും 10 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. നിങ്ങളുടെ കയ്യിൽ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേഗത്തിൽ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹെഡ്ഫോൺ നമുക്ക് ഇവിടെയാണ്, സി പോർട്ടിലല്ല. ആ ഒരു പ്രത്യേകത കൂടി ഫോണിനുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 14 ആണ്. MIUI 4 പോക്കോ ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ 6.88 ഇഞ്ചാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫോണാണ്. അപ്പോൾ വലിയ ഫോൺ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഡിസ്പ്ലേ സൈസ് വലുതായത് കൊണ്ട് തന്നെ ഗെയിം കളിക്കുന്നവർക്കും അതുപോലെ തന്നെ സിനിമയും വീഡിയോ ഒക്കെ കാണുന്നവർക്ക് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ വരുന്നത് HD+ LCD ആണ്, AMOLED അല്ല. ഒരു 12,000 രൂപയൊന്നും കൊടുക്കാതെ അതുപോലെയുള്ള ഡിസ്പ്ലേ നമുക്ക് ലഭിക്കില്ല. എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നെറ്റ്വർക്കിനൊരു പ്രത്യേകതയുണ്ട്. ജിയോയിൽ മാത്രമേ നമുക്ക് 5G ലഭിക്കുകയുള്ളൂ. എയർടെൽ സിം ആണെങ്കിൽ നിങ്ങൾക്ക് 4G മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് നോൺ സ്റ്റാൻഡലോൺ 5G ആണ് എയർടെൽ നൽകുന്നത്. ജിയോ മാത്രമാണ് ഒറിജിനലായ സ്റ്റാൻഡലോൺ 5G നൽകുന്നത്. അപ്പോൾ സ്റ്റാൻഡലോൺ 5G മാത്രമാണ് ഈ മൊബൈൽ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എയർടെലൊക്കെ ഭാവിയിൽ സ്റ്റാൻഡലോൺ 5Gയിലേക്ക് തന്നെ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൽ 5G ലഭിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഫോണിൽ 5G ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇത്രയും സ്പെസിഫിക്കേഷനും പെർഫോമൻസും കാഴ്ചവെക്കുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ചാത്തനൊക്കെ ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. അല്പം ബ്രാൻഡഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോക്കോ C75 5G എന്ന ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം റഫ് ഉപയോഗത്തിന് മികച്ചതാണ്. അതായത് അല്പം വെള്ളമൊക്കെ താങ്ങും, അതുപോലെ തന്നെ ഡസ്റ്റും ഒക്കെ സഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു 5G മൊബൈൽ ഫോണാണ് പോക്കോ C75. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.